Hi DSK Platoon, this is me, your friend Selvakumar. ഗൈസ് ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സാധനം പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, മേ ബി ഇൻ ഫ്യൂച്ചർ. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നല്ല നോക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിയത്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിക്കാം. ഇതാണ് സാധനം. ഇതിൻ്റെ അകത്ത് എന്താണ് എന്നാണ് ഇപ്പം നിങ്ങളൊക്കെ നോക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിസർ എടുത്തിട്ടുണ്ട്. സോ ഈ സിസർ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യല്ലേ. ആക്ച്വലി ഈ സംഭവം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് നമ്മളൊരു എന്താ പറയുക, നിങ്ങൾക്ക് കാണിക്കുകയാണ്. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ വെട്ടുമ്പോഴാണ് കാണാനൊരു ഡീസൻസി ഉണ്ടാവുക അല്ലേ. സോ അതുകൊണ്ടാണ്. എന്നാലും നമുക്ക് പൊട്ടിക്കാം. ഇവിടെ തന്നെ വെച്ച് പൊട്ടിക്കാം. ഗൈസ് പൊട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഉള്ളത്. പുറത്തെടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണില്ലേ. ഗൈസ്, ദിസ് ഈസ് എ ബുക്ക്. സോ ഈ ബുക്ക് എന്ത് ബുക്കാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ പാക്കും കൂടി നമുക്ക് പൊട്ടിക്കാം. കത്രിക വെച്ച് തന്നെ പൊട്ടിക്കാം, അതാണ് നല്ലത്. സോ അതും പൊട്ടിച്ചു. എടുക്കല്ലേ. ഗൈസ്, അങ്ങനെ അതും പുറത്തെടുത്തു. ഇതൊരു ബുക്കാണ്. ഐ ഷോ യു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ബുക്ക്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് ദി സൈക്കോളജി ഓഫ് മണി എന്നാണ്. മോർഗൻ ഹസ്സൽ ആണ് ആക്ച്വലി ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നിങ്ങൾ ഈ മെയ്യഴകൻ എന്നൊരു സിനിമയൊക്കെ കണ്ടു കാണല്ലേ. അപ്പോൾ ആ സിനിമയിലെ ആക്ടറായിട്ടുള്ള അരവിന്ദ് സ്വാമി അദ്ദേഹമാണ് ഈ ബുക്കിനെ ആക്ച്വലി പരിചയപ്പെടുത്തുന്നത്. അപ്പം അദ്ദേഹം തമിഴിലെ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവറുമായിട്ട് സംസാരിക്കുന്ന വേളയിലാണ് ആക്ച്വലി ദി സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിനെ കുറിച്ച് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഇപ്പോൾ ഈ ബുക്ക് ഇത്രയും വലിയ ഫേമസ് ആകുന്നതിന് കാരണം. പ്രത്യേകിച്ചും ഞാനടക്കം യൂട്യൂബിൽ അരവിന്ദ് സ്വാമിയും ഗോപിനാഥും അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടിരുന്നു. അപ്പം അതിനുശേഷമാണ് എനിക്കും ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഈ ബുക്ക് വാങ്ങുന്നത്. ഞാൻ ഈ ബുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആക്ച്വലി പർച്ചേസ് ചെയ്തത്. ഏകദേശം 450 രൂപയാണ് ഈ ബുക്കിന് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇന്നാണ് എനിക്ക് കിട്ടിയത്. സോ അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുക കാണിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ബുക്കിനെ കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ബുക്ക് കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ചും ഇത് നമ്മൾ തൊടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൻ്റെ ഈ കവറൊക്കെ ഉണ്ടല്ലോ, എക്സ്റ്റേണൽ കവർ, ഇതൊക്കെ നല്ല തിക്കഡാണ്. മാത്രമല്ല ഈ കവറിനെ പൊതിഞ്ഞുകൊണ്ട് വേറൊരു കവറും ഉണ്ട്. അപ്പോൾ ആ കവറിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഗൈസ്, ഈ ബുക്കിൻ്റെ കവറിൽ ദി സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഓതറിൻ്റെ പേരും ഉണ്ട്, മോർഗൻ ഹസ്സൽ എന്ന്. പിന്നെ ഇതിൽ ദ ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ഡ്യൂലക്സ് എഡിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അവരാണ് ആക്ച്വലി ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൽ. അപ്പം ഇതിൻ്റെ പുറകു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ, പുറകു ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ മോർഗൻ ഹസ്സൽ, അതായത് ഓതറിൻ്റെ പേരുണ്ട്. ഓതറിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഓതർ എന്തൊക്കെയാണ് അവാർഡുകൾ ഉള്ളത്, എത്ര അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ചില വായിച്ച ആൾക്കാർ ഈ ബുക്കിനെ കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തുള്ള കമൻറ്റുകളാണ് കാണുന്നത് ഇതിൽ. അങ്ങനെയാണ്. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് ബുക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെയാണ്. ഇവിടെ ദി സൈക്കോളജി ഓഫ് മണി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നേരത്തെ കവറിൽ കണ്ട പോലെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ആൻഡ് ഇവിടെ കണ്ടന്റ് ഏകദേശം ഒരു 20 കണ്ടന്റ് ആണ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നീട് ഈ ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ ദി എർത്ത് എന്നാണ്. അപ്പോൾ അതും നമ്മൾ വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പിന്നീട് വായിച്ചിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഇൻട്രഡക്ഷൻ വളരെ കുറഞ്ഞൊരു പേജ് മാത്രമേ ഉള്ളൂ കേട്ടോ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓരോ ചാപ്റ്ററും തുടങ്ങുന്നത്. എന്തായാലും നമ്മൾ ഈ ബുക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം കൂടുതൽ സംസാരിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. എന്തായാലും കുറച്ച് സമയം എടുക്കും, അതിനുശേഷമേ ഉള്ളൂ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് നിങ്ങളോട് എന്താണ് ബുക്കിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് പറയാനായിട്ട് പറ്റുക. സോ സ്റ്റിൽ ദെൻ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. പിന്നെ ഞാനും ആക്ടറായിട്ടുള്ള അരവിന്ദ് സ്വാമിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള ആൾക്കാരാണ്, പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളിൽ കുറേ ആൾക്കാർ സമ്പാദിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സമ്പാദിക്കാതെ ഇരിക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം കുറേ ആൾക്കാർ കുറേ പൈസ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ ഈ പൈസ എങ്ങനെ ചെലവഴിക്കണം എന്നറിയാതെ വേസ്റ്റ് ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നേരത്തെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 15,000 രൂപയായിരുന്നു മന്ത്ലി സാലറി. അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് എനിക്ക് എന്തായാലും യാത്രകൾ ചെയ്യുന്നതിന് ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാനൊരു ബൈക്ക് എടുത്തു. അതിന് ഏകദേശം ഒരു 1,60,000 അത്ര രൂപ വരുന്നുണ്ട് പൈസ. മീൻസ് 1,60,000 രൂപ പൈസ വരുന്നുണ്ട്. ബട്ട് എനിക്ക് റെഡി ക്യാഷ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശില്ല. അപ്പം അങ്ങനെ ഞാൻ EMIയിൽ വണ്ടി ഒരു 40,000 രൂപയ്ക്ക് അടച്ചിട്ട് വണ്ടി മേടിച്ചിട്ട് ഞാൻ മാസാമാസം ഒരു 5,000-ഓളം രൂപ എന്താ പറയുക അതിന് EMI അടയ്ക്കേണ്ടി വന്നു എനിക്ക്. അപ്പം അങ്ങനെ അത് ഏകദേശം ഒരു 3 വർഷമാണ് ആക്ച്വലി ഈ വണ്ടി കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബൈക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത്രയും ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാസം നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് പൈസ കിട്ടാറില്ല. എന്താ പറയുക ഓരോ മാസം കൃത്യമായിട്ട് കിട്ടില്ല. ചില മാസങ്ങളെല്ലാം പെൻഡിങ് ആണ്. അത് 3-4 മാസമൊക്കെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ നമ്മൾ EMI കൃത്യമായിട്ട് അടച്ചില്ല എങ്കിൽ ഈ കമ്പനിക്കാരൻ നമ്മളെ വിളിച്ചിട്ട് കുറേ ശല്യം ചെയ്യും. അങ്ങനെ ഉള്ള ശല്യത്തിൽ പെട്ട ആളാണ് ഞാൻ. അങ്ങനെ ആ സമയങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് അടക്കാതെ വന്നപ്പോൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തപ്പോൾ ഒത്തിരി ടെൻഷൻ, പ്രഷർ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽപ്പെട്ടു. ഒരുപാട് പ്രശ്നങ്ങളായി എനിക്ക്. പിന്നീട് കുറേ ആൾക്കാരിൽ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വണ്ടി അടവൊക്കെ പൂർണ്ണമായിട്ട് അടച്ചു തീർത്തിരിക്കുകയാണ്. മാത്രമല്ല എനിക്ക് അവസാന സമയങ്ങളിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ബാക്കി കടം മേടിച്ച ആൾക്കാർക്കും അങ്ങനെ അടച്ചു തീർത്തു. എന്തായാലും ഇപ്പോൾ ജീവിതം ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഐ ആം ജോബ്ലെസ് ആണ് ഇപ്പോൾ. സോ അങ്ങനെയാണ് ഇപ്പം ഞാൻ കൂടുതലും യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിന് എനിക്ക് കഴിയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞാൻ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതും വായനകളും പോകുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗെറ്റ് നോളേജ്, അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. കാരണം ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. എന്തായാലും ഹാപ്പിയാണ്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ദി സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്, അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിയുടെയൊക്കെ ഇൻ്റർവ്യൂ കാണുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഈ മണി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നത്. ഇതിൽ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിച്ച് മാനും ഒരു പുവർ മാനും ഉണ്ട്. റിച്ച് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബിസിനസ്സുകാരനാണ്, ആൾക്ക് കുറേ പൈസ ഉണ്ട്, നല്ല വീടുണ്ട്,
കാറുണ്ട്, അതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് പുവർ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദിക്കുന്നത് വളരെ കുറവാണ്. ആൾക്ക് അന്നന്ന് സമ്പാദിക്കുന്ന പൈസ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ദിവസം ഈ പുവർ മാനും പറയാണ് റിച്ച് മാനെ പോലെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റല്ല. ബട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ സ്വരൂപിക്കണം, ഇല്ലെങ്കിൽ നല്ലൊരു ഇൻകം സോഴ്സ് വരുത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ സമ്പാദിച്ച് റിച്ച് മാനെ പോലെ ജീവിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. ബട്ട് ഈ പുവർ മാൻ ഉള്ള പൈസ, ആകെ ഉള്ളത് കുറച്ച് പൈസയാണ്. ആ പൈസ വെച്ചുകൊണ്ട് റിച്ച് മാനിൽ ഇപ്പോൾ കാറുണ്ടെങ്കിൽ അതേപോലെയുള്ള ഒരു കാർ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെയാണ് ആക്ച്വലി പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പുവർ പേഴ്സണിന് അത്രയും പൈസ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു ഈ പുവർ മാൻ റിച്ച് മാനിന്റെ ആ ഒരു കാറിനെ പോലെ ഒരു കാർ മേടിക്കുന്നു. അതിന് പൈസ ഇല്ലാത്തത് കൊണ്ട് EMI-യിലായിട്ട് മേടിക്കുന്നു. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ മാസം EMI അടയ്ക്കേണ്ടി വരും. അടയ്ക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ സമയത്തും പൈസ കൃത്യമായിട്ട് അടയ്ക്കേണ്ടി വരില്ല. അങ്ങനെ വരില്ലാതെ വരുമ്പോൾ എന്താവും, നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകും, കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ കയ്യിൽ കാറുണ്ട് എങ്കിലും അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ പൈസ നമ്മൾ അടയ്ക്കാതെ വരുമ്പോൾ എന്താകും, ഉള്ള EMI കാർ പോലും പിന്നീട് ഈ വണ്ടിക്കാർ കൊണ്ടുപോയെങ്കിൽ വീണ്ടും നമ്മൾ ദുരിതത്തിലാകും. അപ്പോൾ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പോലെ ജീവിക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക, ഒരു സാറ്റിസ്ഫിക്കേഷനും ഉണ്ടാവുക. സോ അത്തരത്തിൽ ജീവിക്കാനായിട്ട് പഠിക്കുക. മാത്രമല്ല, ഇപ്പം നിങ്ങൾ കുറച്ച് പൈസ ഉണ്ട് എങ്കിൽ ആ പൈസ വെച്ചിട്ട് എങ്ങനെ പുതിയൊരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പൈസ മാത്രമല്ല വേറെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കരുത്. നമുക്ക് എന്തൊക്കെയുണ്ടോ അത് നമുക്ക് വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഞാൻ അരവിന്ദ് സ്വാമിയുടെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നമ്മൾ ദി സൈക്കോളജി ഓഫ് മണി എന്ന ബുക്ക് കൂടുതൽ വായിച്ചതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇത്രയും മാത്രമാണ് ഞാൻ ഈ ബുക്കിനെ സംബന്ധിച്ച് പറയുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.